ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SLC പരീക്ഷാ ഹാളിലേക്ക് ഇനി നിങ്ങൾ എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. അവസാനവട്ട തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. നാളെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, അറബി, സംസ്കൃതം, ഉറുദു പോലെയുള്ള സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ നടക്കുകയാണ്. ഈ എക്സാമുകളിൽ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ ഇനിയുള്ള മണിക്കൂറുകളിൽ നിങ്ങൾ എങ്ങനെ റിവിഷൻ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അതിൻ്റെ ഗുണം നാളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്കുണ്ടാകും. അതിനു മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ പരീക്ഷാക്കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. നാളെ ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററുകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഓരോ ചാപ്റ്റർ എടുക്കുക. ആ ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങൾക്കറിയാം, ആ ചാപ്റ്ററിൽ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾക്കറിയാം, ആ ചാപ്റ്ററിൻ്റെ ടോട്ടലായിട്ടുള്ള സമ്മറി അഥവാ ആശയം, അതിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം എന്ന് ഉറപ്പുവരുത്തുക. കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, ലേഖനമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഓരോ ചാപ്റ്ററും മറിച്ച് നോക്കുക. അതിൻ്റെ സമ്മറി നിങ്ങൾക്കറിയാം, കഥ നിങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് ഉറപ്പുവരുത്തുക. ആ ചാപ്റ്ററിൻ്റെ തീം അഥവാ ആ ചാപ്റ്ററിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയവും കൃത്യമായിട്ട് അറിയാം എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ചാപ്റ്ററിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ ഇപ്പം തന്നെ ക്ലിയർ ചെയ്യുക. ആ ചാപ്റ്ററിൻ്റെ കൂടി സമ്മറി പഠിച്ചു വെക്കുക. 2, നമുക്കറിയാം ഓരോ ചാപ്റ്ററും ഏതെങ്കിലും ഒരു പ്രത്യേക തീമുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടോ ആയിരിക്കും ആ ചാപ്റ്ററിലെ ടോട്ടൽ കഥയോ കവിതയോ അല്ലെങ്കിൽ ലേഖനമോ ഒക്കെ ഉണ്ടാവുക. ആ തീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ തീർച്ചയായിട്ടും വരും. അങ്ങനെ വരുമ്പോൾ അതിനേക്ക് എഴുതാൻ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല നല്ല കുറേ സെൻറ്റൻസുകൾ, നല്ല നല്ല കുറേ പോയിന്റുകൾ നിങ്ങൾ ഇപ്പോഴേ കണ്ടെത്തി വെക്കുക. ഇന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഇന്ന തീമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുറിപ്പ് എഴുതാൻ വന്നാൽ അതിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കുറച്ച് സെൻറ്റൻസുകൾ, നല്ല കുറച്ച് വാചകങ്ങളൊക്കെ ആദ്യമേ കണ്ടുവെക്കുക. അതിന് നിങ്ങളുടെ കയ്യിലെ നോട്ട്സ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിൻ്റെ അത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ മതി. നിങ്ങൾ നല്ല നല്ല തീമുകൾ, നല്ല നല്ല പോയിന്റുകൾ, നല്ല നല്ല സെൻറ്റൻസുകൾ കിട്ടും. തീർച്ചയായിട്ടും അത്തരം സെൻറ്റൻസുകൾ, അത്തരം പോയിന്റുകൾ ആ ഉത്തരത്തിലേക്ക് നിങ്ങൾ എഴുതി ചേർക്കുന്നത് ആൻസർ പേപ്പർ നോക്കുന്ന ടീച്ചറിൽ നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതിപ്പോഴേ നോക്കി വെച്ച് പോവുക, എന്തൊക്കെ എനിക്ക് അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ കഴിയും എന്ന്. 3, ഓരോ ചാപ്റ്ററിലും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാചകമോ, ഇപ്പം ഇനി പദ്യമാണ് എങ്കിൽ അതിലെ നല്ല നല്ല ലൈൻസോ, ഇനി കഥയാണെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു സംഭാഷണമോ കൊട്ടേഷനോ ഒക്കെ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കുക. കാരണം ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരം കൊട്ടേഷനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാഠത്തിലെ പദ്യത്തിലെ വരികൾ, ആ ചാപ്റ്ററിൽ ഏതെങ്കിലും വരികളോ ഏതെങ്കിലും കഥാപാത്രം പറഞ്ഞ ഡയലോഗുകളോ ആ ചാപ്റ്റർ ഏതെങ്കിലും സെൻറ്റൻസോ ഒക്കെ ഒരു കോട്ട് ചെയ്തിട്ട് നിങ്ങൾ ആ കുറിപ്പിലോ ഉപന്യാസത്തിലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെ ആസ്വാദന കുറിപ്പിലോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ കുട്ടി ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ എഴുതാൻ അറിയാം എന്നൊരു ചിന്ത വരും. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. സോ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ ചാപ്റ്ററിലെയും ഏതെങ്കിലും ഒരു ഡയലോഗോ, പ്രധാനപ്പെട്ട ഡയലോഗ്, നിങ്ങൾക്ക് അറിയാമല്ലോ കഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡയലോഗോ പ്രധാനപ്പെട്ട വരികളോ ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അത് ആൻസർ ചെയ്തപ്പോൾ അതും കൂടി അതിലേക്ക് കോട്ട് ചെയ്യുക, അതും കൂടി അതിലേക്ക് എഴുതുക. 4, ഗ്രാമർ വളരെ കുറച്ച് മാർക്കിന് വരും. അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. എല്ലാ ഫോർമാറ്റുകളും നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരു പ്രഭാഷണം എങ്ങനെ എഴുതാം, ഒരു ഉപന്യാസം എങ്ങനെ എഴുതാം, ഒരു കുറിപ്പ് എങ്ങനെ എഴുതാം, ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാം, ഇനിയിപ്പം അറബി സംസ്കൃതമൊക്കെ ആണെങ്കിൽ ടിപ്പണി എങ്ങനെ എഴുതാം, അറബിയിലാണെങ്കിൽ പോസ്റ്റർ എങ്ങനെ എഴുതാം, കോൺവെർസേഷൻ എങ്ങനെ എഴുതാം, ലഘു പാരഗ്രാഫുകൾ എങ്ങനെ എഴുതാം, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. ഓരോന്നിൻ്റെയും നിയമങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അത്തരത്തിൽ പ്രഭാഷണവും അങ്ങനെയുള്ള പ്രധാനപ്പെട്ടതിൻ്റെ ഒക്കെ ഫോർമാറ്റ് എന്താണ് എന്ന് പറയുന്ന 2 വീഡിയോ ഞങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഉണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ സമയമുണ്ടെങ്കിൽ എന്നല്ല, സമയമുണ്ടാക്കി നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഉറക്കം ഒരു അരമണിക്കൂർ പോയാലും വേണ്ടിയില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ SSLC പരീക്ഷയുടെയും SSLC മോഡൽ പരീക്ഷയുടെയും ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ മലയാളമെങ്കിൽ മലയാളം, അറബിയെങ്കിൽ ഏതോ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുക. ഓടിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ച് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഉത്തരം നിങ്ങൾ കണ്ടെത്തി വെക്കുക. കാരണം അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മാത്രമേ മലയാളത്തിലോ അല്ലെങ്കിൽ അറബിയിലോ സംസ്കൃതത്തിലൊക്കെ ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ചോദ്യം. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ചോദ്യം ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ആ രീതിയിൽ എങ്ങനെയെങ്കിലും ചോദ്യങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞൊരു 3-4 വർഷത്തെ SSLC ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, മോഡൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ചിലവഴിച്ചാൽ മതി. ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിന് ആൻസർ അറിയാമെന്ന്. അങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുക, എനിക്ക് ആൻസർ അറിയാമോ ഒന്നും ആലോചിച്ച് നോക്കുക. ആൻസർ നിങ്ങൾ പറയൊന്നും വേണ്ട, നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന് ആൻസർ എഴുതാൻ പറ്റുമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നാളെ നിങ്ങൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു അൺഫെമിലിയാരിറ്റി തോന്നില്ല.
എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈ ചോദ്യം എനിക്ക് പരിചയമുണ്ട്, ഈ ചോദ്യം ഇങ്ങനെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനോട് ഒരു പരിചയം തോന്നും എക്സാം ഹാളിൽ, അത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും പരീക്ഷാ ഹാളിൽ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെയുള്ളത്, പല കുട്ടികൾക്കും നല്ല മാർക്ക് നേടുന്നതിന് ബാധിക്കുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, പ്രത്യേകിച്ചും മലയാളം പോലെയുള്ള സബ്ജക്റ്റുകളിൽ സമയത്ത് എഴുതി തീരാത്തതാണ്, കൃത്യസമയത്ത് എക്സാം എഴുതി കഴിയാൻ പറ്റാത്തതാണ്, അവസാനം ടൈമില്ലാതെ പല ഉത്തരങ്ങളും എഴുതാൻ കഴിയാത്തതാണ്. അത് ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈമിൽ തന്നെ 1 വേർഡ് ചോദ്യങ്ങളുടെയും 2 മാർക്ക് ചോദ്യങ്ങളുടെയും ഒക്കെ ഉത്തരം കണ്ടെത്തി വെക്കുക. കൂൾ ഓഫ് ടൈമിൽ 1 വേർഡ് ചോദ്യങ്ങളുടെയും 2 മാർക്ക് ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി വെച്ചിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന ആദ്യത്തെ 2-3 മിനിറ്റിനുള്ളിൽ തന്നെ, കൂടിപ്പോയി 4 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഉത്തരങ്ങൾ എഴുതി വെക്കുക. ബാക്കിയുള്ള സമയം ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ ആവശ്യത്തിന് നിങ്ങൾ എഴുതേണ്ട എല്ലാ ഉത്തരങ്ങളും എഴുതിയെന്ന് ഉറപ്പുവരുത്തുക. എക്സ്ട്രാ ക്വസ്റ്റ്യൻ അതുവരെ ഒറ്റയൊന്നും അറ്റൻഡ് ചെയ്യരുത്. അതായത് പരീക്ഷയിലെ അവസാനത്തെ ചോദ്യം അവസാന ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ അല്ലാതെ ഒറിജിനലായിട്ട് നിങ്ങൾക്ക് എഴുതേണ്ട നിർബന്ധമായിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെല്ലാം എഴുതി കഴിഞ്ഞാൽ ഒരൊറ്റ എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്. ഒരു 1.25 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ടൊക്കെ മൊത്തം എഴുതി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എഴുതാവൂ. തീർച്ചയായിട്ടും നിങ്ങൾ 1 മണിക്കൂർ 20 മിനിറ്റിനുള്ളിലോ 1.25 മണിക്കൂറിനുള്ളിലോ പരീക്ഷ തീർക്കാൻ ശ്രമിക്കുക. എങ്കിൽ ബാക്കി സമയം കിട്ടും. ആ ബാക്കി സമയം ചില എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും നിങ്ങൾ എഴുതി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ക്വസ്റ്റ്യനിലുള്ള ഇതിൽ ബെസ്റ്റ് ഏതാണോ അത് എടുത്തിട്ട് നിങ്ങൾക്ക് മാർക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ടൈം മാനേജ്മെൻറ്റ്. പിന്നെ ഒരു ചോദ്യത്തിൻ്റെയും ഉത്തരം ആവശ്യത്തിലധികം എഴുതരുത്. 2 മാർക്കിന് 2 മാർക്കിൻ്റെ അത്ര ഉത്തരം എഴുതുക. 4 മാർക്കിന് ചോദ്യത്തിന് 4 മാർക്കിന് എത്രയാണോ എഴുതാൻ പറഞ്ഞത്, അരപ്പുറമെങ്കിൽ അരപ്പുറം എഴുതിയാൽ മതി. 6 മാർക്കിന് 1 പുറമെ 1.5 പുറമെങ്കിൽ അത്ര മാത്രം എഴുതിയാൽ മതി. 2 മാർക്കിന് 3-4 സെൻറ്റൻസ് മാക്സിമം പോയാൽ മതി. 2-3 സെൻറ്റൻസ് മതി. 1 മാർക്ക് ചോദ്യമാണെങ്കിൽ 1 സെൻറ്റൻസ് അല്ല 1 വേർഡ് മാത്രം മതി. അല്ലാതെ നിങ്ങൾ 4 മാർക്കിന് ചോദ്യത്തിന് 2 പേജും 2 മാർക്കിന് ചോദ്യത്തിന് 1 പേജും ഒക്കെ എഴുതി വെച്ചോട്ട് ഒരു കാര്യമില്ല. ഒരു ചോദ്യത്തിന് എത്രയാണോ എഴുതേണ്ടത് അത് മാത്രം എഴുതുക. അതിലധികം എഴുതിയാൽ അത് നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്തും, അത് നിങ്ങളെ നല്ല രീതിയിൽ പരീക്ഷയിൽ ബാധിക്കുകയും ചെയ്യും. അവസാനത്തെ നിങ്ങൾക്ക് പല ചോദ്യം ഉത്തരം എഴുതാൻ കഴിയില്ല. സോ 4 മാർക്കിന് ചോദ്യം എത്ര നിങ്ങൾ എഴുതിയാലും 4 കിട്ടുമെന്നും 2 മാർക്കിന് ചോദ്യം എത്ര നിങ്ങൾ എഴുതിയാലും 2 കിട്ടുമെന്നും ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ രീതിയിൽ നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാവൂ. ഇതൊക്കെയാണ് എനിക്ക് ഈ അവസാന നിമിഷത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും കുട്ടികളെ നന്നായിട്ട് പരീക്ഷ എഴുതുക. മാക്സിമം ഫുൾ മാർക്ക് തന്നെ ലാംഗ്വേജ് സബ്ജക്റ്റ് നേടാൻ ശ്രമിക്കുക. നല്ലൊരു ആത്മവിശ്വാസം പിന്നീടുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ അത് നിങ്ങളെ സഹായിക്കും. വീണ്ടും കാണാം. താങ്ക്